ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ടേക്ക് ഇറ്റ് ഈസി. നമ്മളിന്ന് 6ാം ക്ലാസ്സിലെ യൂണിറ്റ് 2, അതായത് ടുവേർഡ്സ് ന്യൂ ഹൊറൈസൺസ്, അതിലെ ദി എറോപ്ലെയിൻ എന്നുള്ള ഒരു ചെറിയൊരു പോയമാണ് നമ്മളിന്ന് നോക്കുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് പോയം നോക്കാമല്ലോ. ഹാവ് യു എവർ ട്രാവൽഡ് ഓൺ എൻ എയറോപ്ലെയിൻ? ഡു യു ഫൈൻഡ് എനി സിമിലാരിറ്റി ബിറ്റ്വീൻ ആൻ എയറോപ്ലെയിൻ ആൻഡ് എ ബേർഡ്? ലെറ്റ് us റീഡ് ദ പോയം. എന്താ ചോദിക്കുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു വിമാനത്തിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് വിമാനവും ഒരു പക്ഷിയും തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റി, സാദൃശ്യം തോന്നിയിട്ടുണ്ടോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്തെങ്കിലും സാമ്യം? ഓക്കെ, നമുക്ക് പോയം നോക്കാം അല്ലേ. ലെറ്റ് us റീഡ് ദ പോയം. ഓക്കെ, ഈ പോയം എഴുതിയത് ജിനി കിർബി കേട്ടോ. ഓക്കെ, ദി എയറോപ്ലെയിൻ. ലുക്ക് അറ്റ് ദി എയറോപ്ലെയിൻ up in the sky. Seems like a giant lark soaring on high. എന്താ പറയുന്നത്? വിമാനം നോക്കൂ, ആകാശത്തിലുള്ള വിമാനം നോക്കൂ. എങ്ങനെയാണ്? സീംസ് ലൈക്ക് എ ജയൻറ്റ് ലാർക്ക്, വലിയൊരു വാനമ്പാടി കുതിച്ചു വരുന്നത് പോലെ, ആകാശത്തിലേക്ക് കുതിച്ചു വരുന്ന വലിയൊരു വാനമ്പാടിയോടാണ് കവി വിമാനത്തെ എന്താണ് സാമ്യപ്പെടുത്തിയിരിക്കുന്നത്, ഒക്കെ കമ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ലാർക്ക് എന്ന് പറഞ്ഞാൽ വാനമ്പാടിയാണ്, വലിയ. ജയൻറ്റ് ലാർക്ക് എന്ന് പറഞ്ഞാൽ വലിയ. ജയൻറ്റ് എന്ന് പറഞ്ഞാൽ മീൻസ് വലിയ, ബിഗ് അല്ലേ. എന്താണ് വലിയ വാനമ്പാടി. സോറിങ് എന്ന് പറഞ്ഞാൽ കുതിച്ചു ഉയരുന്ന. ഓക്കെ, സോ കുതിച്ചു ഉയരുന്ന വലിയ വാനമ്പാടിയോടാണ് കവി എന്ത് ചെയ്തിരിക്കുന്നത്? വിമാനത്തെ ഉപമിച്ചിരിക്കുന്നത് കേട്ടോ. സി ഓൺ ഇറ്റ്സ് ഔട്ട്സ്പ്രെഡ് വിങ് ഫ്ലാഷസ് ദ ലൈറ്റ്. എന്താ പറയുന്നത്? സി നോക്കൂ, പുറത്തേക്ക് നീണ്ടു കിടക്കുന്ന അതിൻ്റെ വലിയ ചിറകുകളിൽ എന്താണ് സൂര്യപ്രകാശം വന്ന് വീഴുന്നുണ്ട്. ഓക്കെ, അതിന് തിളക്കം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? സൂര്യപ്രകാശം അതിൻ്റെ ചിറകുകളിൽ, വലിയ വിങ്സിൽ, പുറത്തേക്കുള്ള അതിൻ്റെ വിങ്സിൽ സൂര്യപ്രകാശം വന്ന് തട്ടുന്നുണ്ട്. ദർ സിറ്റ്സ് ദ പൈലറ്റ് ബ്രേവ് ഗൈഡിങ് ഇറ്റ്സ് ഫ്ലൈറ്റ്. എന്താ പറയുന്നത്? അതിൻ്റെ ഉള്ളിൽ ഇൻസൈഡ് ദ എയറോപ്ലെയിൻ ബ്രേവ് പൈലറ്റ് ഇരുന്ന നല്ല ധൈര്യശാലിയായിട്ടുള്ള, ബ്രേവ് എന്ന് പറഞ്ഞാൽ വളരെ ധൈര്യശാലിയായിട്ടുള്ള, ഓക്കെ, ബ്രേവ് ധൈര്യശാലിയായിട്ടുള്ള പൈലറ്റ് ഇരുന്നിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഹീസ് കൺട്രോളിങ് ആൻഡ് ഗൈഡിങ് ദ ഫ്ലൈറ്റ് അല്ലേ. ആ പൈലറ്റാണ് അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ആ വിമാനത്തെ, അത്രയും വലിയ വിമാനത്തെ കൺട്രോൾ ചെയ്യുന്നത്, ധൈര്യപൂർവ്വം ചെയ്യുന്നത് ആരാണ്? ആ ധൈര്യശാലിയായിട്ടുള്ള ബ്രേവായിട്ടുള്ള പൈലറ്റാണ് കേട്ടോ. ഹാക്ക് വാട്ട് എ വേറിങ് സോങ് കംസ് ഫ്രം ഇറ്റ്സ് ത്രോട്ട്. ഓക്കെ, എന്താ പറയുന്നത്? ഹാക്ക്, അവിടെ 6 സൈലൻ്റ് ആണ്. വാട്ട് എ വേറിങ്, അങ്ങനെയാണ് പറയാം കേട്ടോ. വേറിങ്, മുഴക്കത്തോടെ എന്നുള്ള അതാണ്. ഓക്കെ, വേറിങ് സോങ് എന്ന് പറഞ്ഞാൽ വിമാനം പോകുന്നൊരു മുഴക്കം നമ്മൾ കേൾക്കുന്നില്ലേ, വൂ എന്നുള്ള സൗണ്ട്, അതിനാണ് ഇവിടെ പറയുന്നത് കേട്ടോ. വേറിങ് സോങ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ മുഴക്കത്തോടു കൂടി പോകുന്നു, അതിൻ്റെ പാട്ടായിട്ടാണ് അതിന് പറയുന്നത്. ഓക്കെ, കംസ് ഫ്രം ഇറ്റ്സ് ത്രോട്ട്, അതിൻ്റെ തൊണ്ടയിൽ നിന്ന് വരുന്ന ആ ഒച്ച, വേറിങ് സൗണ്ട് നോക്കൂ, ആ മുഴക്കത്തോടെയുള്ള സൗണ്ട് നോക്കൂ, ആ പാട്ട് നോക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ്? പെർ ഓഫ് ദ എൻജിൻ ഇറ്റ്സ് ഓൺലി നോട്ട്. എന്താ പറയുന്നത്? എൻജിൻ്റെ അകത്ത് നിന്ന് വരുന്ന പെർ എന്നുള്ള സൗണ്ട് അല്ലേ. വിമാനത്തിൻ്റെ അകത്ത് നിന്ന് വരുന്ന സെപ്പറേറ്റ് ആയിട്ടുള്ള സൗണ്ടുകളെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിനെയൊക്കെ മുഴക്കത്തോടെയുള്ള പാട്ടായിട്ടാണ് കവി കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ തൊണ്ടയിൽ നിന്ന് വരുന്ന പാട്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഇറ്റ്സ് ഓൺലി നോട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് വരുന്ന ഒരേ ഒരു വോയിസ്, അത് മാത്രമാണ്. വിമാനം പറക്കുമ്പോൾ വരുന്ന ഒരേ ഒരു ഒച്ച എന്താ? അത് പോകുമ്പോൾ എന്നുള്ള സൗണ്ട് അല്ലേ. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നൗ ഹൈ ആൻഡ് ഹയർ യെറ്റ് അപ്വേർഡ് ഇറ്റ് ഗോസ് ടിൽ ബട്ട് എ ടൈനി സ്പെക്ക് എഗെയിൻസ്റ്റ് ഹെവൻ ഇറ്റ് ഷോസ്. ഓക്കെ, എഗെയിൻസ്റ്റ് ആണ്. ഓക്കെ, എന്താ ഇവിടെ പറയുന്നത്? നോക്ക്, നൗ ഹൈ ആൻഡ് ഹയർ യെറ്റ്, വീണ്ടും വീണ്ടും ഉയരത്തിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്വേർഡ് ഇറ്റ് ഗോസ്, മുകളിലേക്ക് പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. ടിൽ ബട്ട് എ ടൈനി സ്പെക്ക്, ചെറിയൊരു പുള്ളി അല്ലെങ്കിൽ ചെറിയൊരു ഡോട്ടായി മാറുന്നത്, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എങ്ങനെ? എഗെയിൻസ്റ്റ് ഹെവൻ ഇറ്റ് ഷോസ്, എങ്ങോട്ടേക്ക്? അങ്ങ് സ്കൈൻ്റെ അങ്ങോട്ടേക്കല്ലേ, അങ്ങ് എന്താണ് സ്വർഗത്തിലേക്കല്ല, അങ്ങ് പൊങ്ങി പോകുന്നത് പോലെ, അങ്ങ് അറ്റം ആകാശത്തിൻ്റെ മേലേക്ക് പോകുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? നമുക്കിവിടെ താഴെ ഗ്രൗണ്ടിൽ നോക്കുമ്പോൾ അങ്ങ് മേലെ ആകാശം ചെറിയൊരു ടൈനി ഡോട്ട്, ചെറിയൊരു കുത്തുപോലെ മാത്രമാണ് നമുക്കത് കാണാൻ കഴിയുക. ഓക്കെ, oh, here it is again, big as before, gracefully gliding down to earth once more. എന്താ പറയുന്നത്? ഗ്രേസ്ഫുള്ളി, വളരെ ഭംഗിയായിട്ട്. ഗ്രേസ്ഫുള്ളി എന്ന് പറഞ്ഞാൽ ഭംഗിയായി, സുന്ദരമായി എന്നുള്ള അർത്ഥമാണ് കേട്ടോ. വളരെ ഭംഗിയായിട്ട് അത് ഗ്ലൈഡിങ് ഡൗൺ, താഴോട്ടേക്ക് തെന്നി നീങ്ങുന്നത് പോലെ
ടു എർത്ത് വൺസ് മോർ. വീണ്ടും അത് ഭൂമിയിലേക്ക് വരുന്നു. അപ്പോൾ എന്താ അവിടെ സൂചിപ്പിക്കുന്നത്? ലാൻഡിങ് ആണല്ലേ. നേരത്തെ നമ്മൾ ടേക്ക് ഓഫ് കണ്ടു, ആകാശത്തിലേക്ക് അത് പൊങ്ങി പോകുന്ന വിമാനത്തെ കണ്ടു. നമ്മൾക്കിപ്പോൾ കാണുന്നത് തിരിച്ച് ലാൻഡ് ചെയ്യുന്ന വിമാനത്തെയാണ്. മനസ്സിലായല്ലോ? സ്മൂത്തായിട്ട് ഗ്ലൈഡിങ്, എന്താണ്, തെന്നി നീങ്ങി സ്മൂത്തായിട്ട് ഗ്രേസ്ഫുള്ളായിട്ട് അത് ലാൻഡ് ചെയ്യുന്ന വിമാനത്തെക്കുറിച്ചാണ് പറയുന്നത്. ചെറിയൊരു പോയമാണ്. ഒരു വിമാനത്തെ ഒരു ബേർഡായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു. പിന്നെ എന്താണ്, അത് ആകാശത്തിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും അതിൻ്റെ സൗണ്ടും ഒക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വളരെ ഈസി ആയിട്ട് ചെറിയൊരു പോയം. ഓക്കെ, ഇനി നോക്കുക, അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടോ. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. വാട്ട് ഈസ് ദ എയറോപ്ലെയിൻ ഇൻ ദ പോയം കമ്പയർഡ് ടു? In the poem, the aeroplane is compared to a giant lark soaring high in the sky. Okay? വലിയൊരു എന്താണ്, ലാർക്ക്, ജയൻറ്റ്, വലിയ വാനമ്പാടിയായിട്ടാണ് എയറോപ്ലെയിനെ കമ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, വൈ ഈസ് ദ പൈലറ്റ് ഡിസ്ക്രൈബ്ഡ് ആസ് ബ്രേവ്? എന്തുകൊണ്ടാണ് പൈലറ്റിനെ ബ്രേവ് എന്ന് വിളിക്കുന്നത്, ധൈര്യശാലി എന്ന് വിളിക്കുന്നത്? The pilot is described as brave because he has the courage to guide the aeroplane ഹൈ അപ്പ് ഇൻ ദ സ്കൈ. അല്ലേ, ആകാശത്തിൽ, അത്രയും പൊക്കത്തിൽ ആകാശത്തിലൊക്കെ വിമാനത്തെ പറത്താനുള്ള കഴിവും ധൈര്യവും ഒക്കെ ഉണ്ട് ആർക്ക്? പൈലറ്റിന്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ബ്രേവ്, ധൈര്യശാലി എന്ന് വിളിക്കുന്നത്. ഓക്കെ, കറേജ്, അതിനുള്ള ധൈര്യം ഉള്ളതുകൊണ്ട് കേട്ടോ. വാട്ട് ഹാപ്പൻസ് വെൻ ദ എയറോപ്ലെയിൻ ഗോസ് ഹയർ ആൻഡ് ഹയർ? എന്ത് സംഭവിക്കും? അങ്ങ് മേലേക്ക് പോകുന്നതിന് എന്താ സംഭവിക്കുന്നത്? When the aeroplane goes higher and higher, it looks like a tiny speck against the sky from the ground. ഓക്കെ, അങ്ങ് ആകാശത്തിലേക്ക് അങ്ങ് പോകുന്ന ചെറിയൊരു പൊട്ട്, അല്ലെ, ഒരു പുള്ളിക്കുത്ത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഹൗ ഡസ് ദ എയറോപ്ലെയിൻ കം ബാക്ക് ടു ദ എർത്ത്? എങ്ങനെയാണ് തിരിച്ചു വരുന്നത് ടു ദ ഗ്രൗണ്ട്? ദി എയറോപ്ലെയിൻ കംസ് ബാക്ക് ടു ദി ഗ്രൗണ്ട് ബൈ ഗ്രേസ്ഫുള്ളി ഗ്ലൈഡിങ് ഡൗൺ ടു ദ എർത്ത്. എങ്ങനെയാണ്? ഭംഗിയായിട്ട് തെന്നി നീങ്ങുന്ന പോലെ ഗ്രേസ്ഫുള്ളി ഗ്ലൈഡിങ് ഡൗൺ ടു ദി എർത്ത്. അങ്ങനെയാണ് തിരിച്ച് ഭൂമിയിലേക്ക് വരുന്നത്. ഓക്കെ, അടുത്തത് നോക്കി. ഫൈൻഡ് ദ ലൈൻസ് ദാറ്റ് ടെൽ us അബൌട്ട് ഹൗ ദ എയറോപ്ലെയിൻ മൂവ്സ്. ഓക്കെ, എങ്ങനെയാണ് എയറോപ്ലെയിൻ മൂവ് ചെയ്യുക എന്ന് പറയുന്ന ലൈൻസ് ഈ പോയത്തിൻ്റെ അകത്ത് എടുത്ത് പറയാനാണ് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, സോറിങ് ഓൺ ഹൈ. ഓക്കെ, അതുപോലെയുള്ള എക്സാമ്പിൾസ് എന്താണ്? ഫ്ലാഷസ് ദ ലൈറ്റ് പറയുന്നുണ്ട്, അല്ലേ, അതിൻ്റെ വിങ്സിൻ്റെ മേലെ ലൈറ്റ് വീഴുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പേർ ഓഫ് ദ എൻജിൻ, ഇറ്റ്സ് ഓൺലി നോട്ട്, ആ സൗണ്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ഹൈ ആൻഡ് ഹയർ അറ്റ് അപ്വേർഡ് ഇറ്റ് ഗോസ്, അങ്ങ് ആകാശത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ടിൽ ബട്ട് എ ടൈനി സ്പെക്ക് ഗെയിൻസ്റ്റ് ഹെവൻ ഇറ്റ് ഷോസ്, എന്താണ്, ചെറിയൊരു പുള്ളിക്കുത്ത് പോലെ അങ്ങ് എത്തുന്നവരെ പോകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ഈ ലൈൻസാണ് എന്താണ്, എയറോപ്ലെയിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, നോക്കി, രണ്ടാമത്തെ നോക്കൂ. റീഡ് ദ ഫോളോയിങ് സ്റ്റാൻസ. Look at the aeroplane up in the sky. Seems like a giant lark soaring on high. Here, the aeroplane is compared to a lark. What other features of a bird can you see in the aeroplane in the poem? Write them below. ഓക്കെ, എന്താ പറയുന്നത്? വിമാനത്തെ ഇവിടെ ഒരു ലാർക്കായിട്ട്, വാനമ്പാടിയായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു. വേറെ എന്തൊക്കെ ഫീച്ചേഴ്സാണ് നിങ്ങൾക്ക് ഒരു ബേർഡുമായിട്ട് വിമാനത്തെ തോന്നുന്ന, വേറെ എന്തൊക്കെ ഫീച്ചേഴ്സാണ് നിങ്ങൾ കാണുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഈ പോയത്തിൽ വേറെ എന്തൊക്കെയാണ് കണ്ടതെന്ന്. എന്തൊക്കെയാണ്? ഒന്ന് പറയുന്നുണ്ട്, ഇറ്റ് ഹാസ് ഔട്ട്സ്പ്രെഡ് വിങ്സ് ലൈക്ക് എ ബേർഡ്സ് വിങ്സ്. അല്ലേ, പുറത്തേക്ക് നീണ്ടു കിടക്കുന്ന ചിറകുകളുണ്ട്. ബേർഡിൻ്റെ ചിറകുകൾ പോലത്തെ ചിറകുകൾ പുറത്തേക്ക് നീണ്ടു കിടക്കുന്നുണ്ട്. ഇറ്റ് സോസ് ഹൈ ഇൻ ദ സ്കൈ ലൈക്ക് എ ബേർഡ് ഫ്ലൈയിങ് അപ്വേർഡ്, ഒരു പക്ഷി പറക്കുന്നത് പോലെ അങ്ങ് എന്താണ്, കുതിച്ചുയരുന്ന പോലെ തോന്നുന്നുണ്ട്. ഇറ്റ് ഗ്ലൈഡ്സ് ഗ്രേസ്ഫുള്ളി ഡൗൺ ടു ദ ഗ്രൗണ്ട് ജസ്റ്റ് ആസ് ബേർഡ്സ് ഡു വെൻ ദേ ലാൻഡ്. പക്ഷികൾ തിരിച്ച് പറന്ന് വന്ന് മിറ്റത്തേക്കൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെയാണ് വിമാനവും തെന്നി നീങ്ങലെ ഗ്രേസ്ഫുള്ളി നല്ല ഭംഗിയായിട്ട് വന്ന് ലാൻഡ് ചെയ്യുന്നതും പക്ഷികൾ വന്നിരിക്കുന്നത് പോലെയാണ്. ഓക്കെ, മൂന്നാമത് നോക്കിയേ. ദ പോയം ഗിവ്സ് എ വിവിഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ആൻ എയറോപ്ലെയിൻ. എനിക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള വിവിഡായിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ് എയറോപ്ലെയിനെ കുറിച്ച് ഈ പോയം തരുന്നത്. യൂസ് ദ ഫോളോയിങ് ഹിൻസ് ടു റൈറ്റ് അബൌട്ട് ദി എയറോപ്ലെയിൻ ഇൻ യുവർ ഓൺ വേർഡ്സ്. താഴെ തന്നിരിക്കുന്ന ഹിൻസ്, സൂചനകൾ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ തന്നെ വേർഡ്സിൽ എയറോപ്ലെയിനെ കുറിച്ച് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, ലുക്കിംഗ് ലൈക്ക് എ ജയന്റ് ലാർക്ക്, ദ പൈലറ്റ് ഗൈഡിങ് ദ പ്ലെയിൻ, പേർ ഓഫ് ദ എൻജിൻ, ഫ്ലൈയിങ് വെരി ഹൈ, gliding down to earth. ഓക്കെ, നോക്കാമല്ലോ നമുക്ക്. ദി എയറോപ്ലെയിൻ ലുക്സ് ലൈക്ക് എ ജയന്റ് ലാർക്ക് ഫ്ലൈയിങ് ഹൈ ഇൻ ദ സ്കൈ. എ ബ്രേവ് പൈലറ്റ് ഈസ് സിറ്റിംഗ് ഇൻസൈഡ് ഇറ്റ് ആൻഡ് ഗൈഡ്സ് ദ പ്ലെയിൻ സേഫ്ലി. Per sound is coming from its engine.
When the aeroplane goes higher and higher, it looks like a tiny speck against the sky from the ground. Then it comes back, gliding gracefully down to earth once again. ഓക്കെ, നേരത്തെ എല്ലാം പറഞ്ഞ അതേ പോയിന്റുകൾ തന്നെയാണ് ഒക്കെ കൂടി ചെറിയൊരു പാരഗ്രാഫായിട്ട് എഴുതിയെന്ന് മാത്രം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു പോയം വളരെ ഈസി ആയിട്ടുള്ള ചെറിയൊരു പോയമാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ മക്കളെ. താങ്ക് യു, ബൈ.